ഹലോ എവരിവൺ. ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും ഓരോ പാഠങ്ങൾ പഠിക്കാറുണ്ട് അല്ലേ? പല അനുഭവങ്ങളും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവുമ്പോൾ ആ അനുഭവങ്ങൾ നമ്മൾക്ക് സമ്മാനിക്കുന്നത് ഓരോ വിലപിടിച്ച പാഠങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ജീവിതത്തിന്റെ സായാഹ്നത്തോട് അടുക്കുമ്പോൾ പല പല പാഠങ്ങൾ നമ്മളുടെ ലൈഫിൽ നമുക്ക് പഠിക്കാൻ സാധിക്കും. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, ഈ പാഠങ്ങളൊക്കെ കുറച്ചുകൂടെ നേരത്തെ ഞാൻ പഠിച്ചിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്തോരം ബെനിഫിറ്റുകൾ അതുകൊണ്ട് കിട്ടിയിരുന്നെങ്കിൽ എന്ന്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മളുടെ ലേറ്റ് ലൈഫിൽ നമ്മൾ മനസ്സിലാക്കുന്ന ചില പാഠങ്ങളെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ പാഠങ്ങൾ ആ പ്രായമാകുന്നതിന് മുമ്പ് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചാൽ, അല്ലെ അതിന്റെ യഥാർത്ഥമായിട്ടുള്ള അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചാൽ ഒരുപാട് പ്രയോജനങ്ങളുള്ളതാണ്. കാരണം പിന്നീട് അത് ഓർത്ത് ദുഃഖിക്കുന്ന ഒരു സിറ്റുവേഷൻ, ഒരു സാഹചര്യം ഒഴിവാക്കാനായിട്ട് നമുക്ക് അതുമൂലം സാധിക്കും. മറ്റുള്ളവര് എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും, അല്ലെങ്കിൽ എന്നെക്കുറിച്ച് എന്ത് പറയും എന്നുള്ള ചിന്ത നമ്മളുടെയൊക്കെ ജീവിതത്തിന്റെ ഓരോ സാഹചര്യങ്ങൾ, അല്ലെ ഓരോ ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും നമുക്കുണ്ടാകാവുന്ന ഒന്നാണ് അല്ലെ. ചെറിയ പ്രായം മുതലേ നമ്മളുടെ എല്ലാം ചിന്ത, അയ്യോ ഞാൻ അങ്ങനെ പ്രവർത്തിച്ചാൽ, അല്ലെങ്കിൽ ഞാൻ അത് പറഞ്ഞാൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, അവരെന്നെ കുറിച്ച് മോശമായിട്ട് കരുതുമോ എന്നൊക്കെയുള്ള പല തരത്തിലുള്ള ചിന്തകളാണ് നമ്മളുടെ ജീവിതത്തെ നയിക്കുന്നത്. പക്ഷേ കുറച്ചങ്ങോട്ട് പ്രായമായി കഴിയുമ്പോൾ, നമ്മുടെ ഒരു ലേറ്റ് ലൈഫിൽ ജീവിതത്തിന്റെ ആ ഒരു കുറച്ച് സ്റ്റേജ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് ചിന്തിച്ചാലോ എന്തു പറഞ്ഞാലോ അതൊന്നും എന്നെ കാര്യമായിട്ട് ബാധിക്കുന്നില്ല എന്ന്. അപ്പൊ ഈ ഒരു തിരിച്ചറിവ് നമ്മൾ വളരെ നേരത്തെ തന്നെ നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചാൽ, അതായത് എൻ്റെ ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കേണ്ട ഒന്നാണെന്നും മറ്റുള്ളവർ എന്തു പറഞ്ഞാലും എന്ത് ചിന്തിച്ചാലും അത് കാര്യമായിട്ട് എന്നെ ബാധിക്കുന്നില്ല എന്നും, അല്ലെ ബാധിക്കില്ല എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു മേഖലയിലേക്ക്, അല്ലെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറച്ച് കഴിയുമ്പോൾ ഞാനത് ചെയ്തിരുന്നെങ്കിൽ എന്ന് ഓർത്തുള്ള ഒരു റിഗ്രറ്റ് ഒഴിവാക്കാൻ നമുക്ക് അതുമൂലം സാധിക്കും. നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ജീവിതം എന്ന് പറയുന്നത് നമ്മളുടെയൊക്കെ കാഴ്ചപ്പാടിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, അതങ്ങ് നീണ്ടു നിവർന്ന് കിടക്കുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. പക്ഷെ നമുക്കറിയാം ഓരോ വർഷവും എത്ര പെട്ടെന്നാണ് കടന്നു പോകുന്നത് അല്ലെ. നമുക്ക് ഓരോ വർഷം കടന്നു പോകുമ്പോഴും നമ്മളുടെ വയസ്സ് ഓരോന്ന് വീതം കൂടുകയാണ്. അങ്ങനെ കുറെ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ജീവിതം എന്ന് പറയുന്നത് വളരെ ചെറിയ ഒന്നാണ്. അപ്പൊ ഈ ചെറിയ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അത് ചിലപ്പോൾ പാട്ട് പഠിക്കുന്നത്, അല്ലെ പാട്ട് പ്രാക്ടീസ് ചെയ്യുന്നത്, ഡാൻസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട ഹോബി പൊടി തട്ടി ഒന്ന് എടുക്കുന്നത്, തനിയെ യാത്ര പോകുന്നത്, അങ്ങനെ അല്ലെ ഒരു ബിസിനസ് തുടങ്ങുന്നത്, എന്തുമായിക്കോട്ടെ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് മറ്റുള്ളവർ എന്ത് കരുതും എന്ന് കരുതി ഒരു അതിരിടാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഇഷ്ടമനുസരിച്ച് നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിന്റെ പുരോഗതിക്ക് ഒരുപാട് സഹായകരമായിട്ട് തീരും. അടുത്ത ഒരു വലിയ പാഠം എന്ന് പറയുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യാൻ റിട്ടയർമെന്റ് ആകുന്നത് വരെ, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ഉണ്ട് അതൊക്കെ ഒന്ന് കഴിഞ്ഞ് ഒന്ന് സ്വസ്ഥമായിട്ട് ചെയ്യാമെന്ന് കരുതുന്ന ഒരു പ്രവണത നമ്മളിൽ പലർക്കുമുണ്ട്. പലപ്പോഴും ഇങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാകുമ്പോൾ അതുകൊണ്ടുള്ള കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, റിട്ടയർമെന്റ് ആയി കഴിഞ്ഞ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് യാത്ര പോകുന്ന ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആ ഒരു സമയം മാറ്റി വെക്കാം എന്ന് കരുതിയിരിക്കുമ്പോൾ ആ ഒരു പ്രായമായി കഴിയുമ്പോൾ പലപ്പോഴും നമുക്ക് അതിനുള്ള ഒരു സാഹചര്യം ഒത്തുവരണമെന്നില്ല. അല്ലായെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു യാത്ര പോകാൻ, ദൂരയാത്ര പോകാനായിട്ടുള്ള എനർജി കാണില്ല. ഇനി അഥവാ അങ്ങനെ പോയാലും നമ്മൾ ആഗ്രഹിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ നമുക്ക് കഴിക്കാൻ സാധിച്ചു എന്ന് വരില്ല. ഇതിന്റെ അർത്ഥം റിട്ടയർമെന്റ് അല്ലെങ്കിൽ പ്രായമാവുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നല്ല, ഒരുപാട് സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ്. ഒരുപാട് നമ്മളെ പുറകോട്ട് വലിക്കുന്ന സാഹചര്യങ്ങളും സാധ്യതകളും ഉണ്ട്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, റിട്ടയർമെന്റ് വരെ കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ നമുക്കൊരു യാത്ര പോകണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒരു കാര്യവും തുടങ്ങാൻ കുറെ കാലങ്ങൾ കാത്തിരിക്കട്ടെ, അല്ല അത് സമയം കഴിയട്ടെ എന്ന് നമ്മൾ കരുതി ഇരുന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ കൊണ്ടുതരാണ്ടല്ല, നഷ്ടങ്ങൾക്കായിരിക്കും അത് ഇടയാക്കുക. നമ്മുടെ മനസ്സിന്റെയും ശരീരത്തിന്റെയും ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കുക. പലപ്പോഴും വളരെ ചെറുപ്രായത്തിൽ നമ്മൾ ജോലികളുടെ തിരക്കാകും, അല്ല നമ്മുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ ബിസി ആയിട്ടുള്ള ലൈഫ് നയിക്കുന്നത് കൊണ്ട് നമ്മളുടെ മനസ്സിന്റെ ആരോഗ്യം, അല്ല മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യാനോ ശരീരത്തിന്റെ ആരോഗ്യത്തിനോ ഹെൽത്തിനോ ഒന്നും നമുക്ക് അധികം പ്രാധാന്യം കൊടുക്കാനായിട്ട് പലപ്പോഴും കഴിയാറില്ല. ഇതിന്റെ ഒരു പ്രശ്നങ്ങൾ, പ്രോബ്ലംസ് റിഫ്ലക്ട് ചെയ്യുന്നത് കുറച്ചങ്ങോട്ട് ഏജ് ആയി കഴിയുമ്പോൾ, ഒരു 40 വയസ്സൊക്കെ ആയി കഴിയുമ്പോഴാണ് പലപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണ്, ഞാൻ കുറച്ചൊക്കെ എൻ്റെ ആരോഗ്യം ശ്രദ്ധിച്ചിരുന്നില്ല, അല്ലെ ഭക്ഷണ കാര്യത്തിൽ നിയന്ത്രണങ്ങളൊക്കെ ഒന്ന് ഏർപ്പെടുത്തിയിരുന്നെങ്കിൽ എൻ്റെ ആരോഗ്യം ഇത്ര പെട്ടെന്ന് നശിക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് പ്രായത്തിലാണെങ്കിലും നമ്മളുടെ ഭക്ഷണത്തിലും അതുപോലെ ഇപ്പം നമ്മളുടെ ആരോഗ്യത്തിൽ, അത് മനസ്സിന്റെ ആയാലും ശരീരത്തിന്റെ ആയാലും ആരോഗ്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കാൻ പഠിക്കണം.
ഹെൽത്തിനെ കുറിച്ച് ചിന്തിക്കേണ്ടത്, അല്ലെ ആരോഗ്യത്തെ കുറിച്ച് ചിന്തിക്കേണ്ടത് അസുഖം വന്നതിന് ശേഷം ആകരുത്. പകരം ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ തന്നെ അതിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. അറിവ് നേടുന്നതിന് ഒരിക്കലും അതിർവരമ്പ് നിശ്ചയിക്കാതിരിക്കുക. പലപ്പോഴും നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി കിട്ടി, അല്ലെങ്കിൽ നല്ലൊരു ജീവിത സാഹചര്യമൊക്കെ നമുക്ക് ആയി കഴിഞ്ഞാൽ നമ്മളുടെയൊക്കെ ഒരു ചിന്താഗതി എന്താണ്? ഇനി റിലാക്സ് ചെയ്യും, ഇനി ഒന്നും ഞാൻ ചെയ്യേണ്ട കാര്യമില്ല, അല്ലെ പുതിയ പുതിയ അറിവുകൾ നേടുക, വായന, അല്ലെങ്കിൽ പുതിയ ഒരു മേഖലയെ കുറിച്ചുള്ള അറിവുകൾ സമ്പാദിക്കുക, ഇതിന്റെ ഒന്നും യാതൊരു ആവശ്യവും ഇല്ല എന്നുള്ളൊരു ചിന്തയാണ്. നമ്മൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം, നമ്മളുടെ ഈ അറിവ് എന്ന് പറയുന്നത് എത്രത്തോളം നമ്മൾ നേടിയാലും അത് പൂർത്തിയാക്കാൻ, അല്ലെങ്കിൽ അവിടെ നമുക്ക് ഒരു തൃപ്തികരമായ ഒരു അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കില്ല. നേടും തോറും നമുക്ക് വീണ്ടും വീണ്ടും നേടിയെടുക്കാനായിട്ട് ഒരു പ്രവണത കൊണ്ടുതരുന്ന ഒന്നാണ് ഈ അറിവെന്ന് പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാൻ കിട്ടുന്ന ഒരവസരവും നമ്മൾ പാഴാക്കരുത്. അതുകൊണ്ട് പല തരത്തില് ജീവിതത്തിന്റെ പല സാഹചര്യങ്ങളിൽ നമ്മൾ നേടുന്ന അറിവുകൾ നമ്മൾക്ക് പ്രയോജനം ഉണ്ടാകും എന്നുള്ളത് തികച്ചും യാഥാർത്ഥ്യപരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതായത് നമ്മൾ ഒരു ജോലിയിൽ നിൽക്കുകയാണ്, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രീം ആയിട്ടുള്ള ജോബ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, എങ്കിലും നമുക്ക് ഒരിക്കലും മുൻകൂട്ടി പ്രവചിക്കാൻ സാധിക്കില്ല എന്റെ ജീവിതത്തിലെ അവസാനം വരെയും, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നിടത്തോളം ഈ ജോലി എന്റെ കൂടെ ഉണ്ടാവും എന്ന് പറയാൻ സാധിക്കും? ഒരിക്കലും ഇല്ല. നേരെ മറിച്ച് നമ്മൾ പുതിയ പുതിയ അറിവുകളൊക്കെ സമ്പാദിച്ചു കഴിഞ്ഞാൽ ഈ ജോലിയിൽ നമുക്ക് തുടരാൻ ഒരു പക്ഷേ അല്ലെ ഒരു സാഹചര്യത്തിൽ സാധിച്ചില്ലെങ്കിൽ പോലും പുതിയൊരു മേഖലയിലേക്ക് തിരിയാനായിട്ട് നമ്മൾ സമ്പാദിച്ച അറിവ് നമ്മളെ സഹായിക്കും. അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു നിർണായകമായ തീരുമാനം എടുക്കണം, ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു, അവിടെ എന്ത് ചെയ്യണം എന്ന് നമുക്കറിയാതെ പകച്ചു നിൽക്കുമ്പോൾ നമ്മൾ നേടിയെടുത്ത അറിവുകൾ നമുക്ക് വഴികാട്ടിയായിട്ട് മാറും. അതുകൊണ്ട് അറിവ് നേടാനുള്ള അവസരങ്ങൾ ഒരിക്കലും പാഴാക്കാതിരിക്കുക. അതുപോലെ നമ്മളുടെ ജീവിത സായാഹ്നത്തിൽ മനസ്സിലാക്കുന്ന ഒരു വലിയ പാഠമുണ്ട്. മറ്റുള്ളവരെ പൂർണ്ണമായിട്ടും മാറ്റാൻ അല്ലെങ്കിൽ തിരുത്താൻ നമ്മളെ കൊണ്ട് പലപ്പോഴും സാധിക്കില്ല എന്ന്. പ്രത്യേകിച്ചും ടോക്സിക് ആയിട്ടുള്ള ആളുകൾ. നമ്മളൊക്കെ എപ്പോഴും കരുതുന്നത് ഞാൻ കുറച്ച് ഉപദേശിച്ചാല്, അല്ലെങ്കിൽ ഞാനൊന്ന് പിണങ്ങിയിരുന്നാല്, അല്ലെങ്കിൽ അവരുടെ മോശം സ്വഭാവത്തിന്റെ വശങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്താൽ ഇവരൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ മാറും എന്നുള്ള ഒരു അബദ്ധധാരണം, തെറ്റിദ്ധാരണ നമ്മൾ പലപ്പോഴും ഈ ടോക്സിക് ആയിട്ടുള്ള ആളുകളുടെ കാര്യത്തിൽ വെച്ച് പുലർത്താറുണ്ട്. അത് ചിലപ്പോൾ നമ്മളുടെ കുടുംബത്തിൽ തന്നെയുള്ള ആൾക്കാരായിരിക്കാം, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളായിരിക്കാം. നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കില്ല. പകരം നമ്മൾ അവിടെ ചെയ്യേണ്ടത് അവരിൽ നിന്ന് പരമാവധി അകലം പാലിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളുടെ മനസ്സിനും ശരീരത്തിന്റെയും ആരോഗ്യമാണ് നമുക്ക് ഏറ്റവും പ്രധാനമെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഇക്കൂട്ടർക്ക് മാറാനായിട്ട് പൂർണ്ണമായിട്ടും അവർ മാറി നമ്മൾ ആഗ്രഹിക്കുന്നില്ല നല്ലൊരു ഇതിലേക്ക് മാറും എന്ന് നമ്മൾ കരുതുന്നത് പരമാവധി ഒഴിവാക്കുക. വേണമെങ്കിൽ നമുക്ക് ഏറ്റവും അടുത്ത ആളാണ്, അവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് സഹിക്കാൻ വയ്യാത്ത ഒരു സ്വഭാവം ഉണ്ടായെങ്കിൽ നമുക്ക് 1-2 ചാൻസ് ഒക്കെ കൊടുത്തു നോക്കാം. എന്നിട്ടും അവർ പഴയപടിയാണ് എങ്കിൽ നമ്മൾ അവരിൽ നിന്ന് അകലം പാലിക്കുന്നത് തന്നെയാണ് നമ്മളുടെ പുരോഗതിക്ക് വളരെയധികം സഹായിക്കും. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ജീവിത സായാഹ്നത്തോട് അടുക്കുമ്പോൾ, അല്ലെങ്കിൽ കുറച്ച് പ്രായമായി കഴിയുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, എന്നെ ആരെങ്കിലും ഒക്കെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചിരുന്നെങ്കിൽ, അല്ലെ എന്നെ കുറിച്ച് നല്ല കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരു നല്ല നിലയിൽ എത്തിയിരുന്നു, ഇപ്പൊ എന്തായിരുന്നോ അതിനേക്കാളൊക്കെ കുറച്ചുകൂടി ഉയരത്തിൽ എത്തിയേനെ എന്നുള്ള ഒരു ചിന്ത നമ്മളിൽ പലപ്പോഴും പലർക്കും തോന്നാറുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മറ്റാരെങ്കിലും നമ്മളെ കുറിച്ച് നല്ലത് പറഞ്ഞ് നീ കൊള്ളാം, നിനക്ക് ഒരുപാട് കഴിവുണ്ട് എന്നൊക്കെ പറയുന്നത് കാത്തിരിക്കുന്നതിന് പകരം നമ്മളെ കുറിച്ച് നമുക്ക് തന്നെ നല്ല കാര്യങ്ങൾ പറയാനായിട്ട് സാധിക്കും. അതാണ് നമ്മൾ പറയുന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ കുറിച്ച് പറയുകയെന്നു. നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്, നമ്മളുടെ ഇന്നർ ഡയലോഗ്, നമ്മുടെ ഉള്ളിൽ നിന്ന് എപ്പോഴും നമുക്കുള്ള ഒരു ടെൻഡൻസി, എന്നെ ഒന്നിനും കൊള്ളില്ല, എനിക്ക് കഴിവില്ല, അല്ല ഇന്ന ആളെ പോലെ എനിക്ക് ആകാൻ കഴിയുന്നില്ല, എന്നെ ആർക്കും ഇഷ്ടമില്ല, ഇങ്ങനെ ഏതൊക്കെ തരത്തിൽ നമുക്ക് നെഗറ്റീവ് പറയാം, ഈ ചിന്തകളാണ് എപ്പോഴും നമ്മളുടെ ഉള്ളിൽ മുന്നിട്ട് നിൽക്കുന്നത്. അത് ഏത് പ്രായത്തിലാണേലും നമ്മളെ പുറകോട്ട് വലിക്കുന്നത്. നമ്മുടെ ആ ഒരു പവർ അല്ലെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ എത്രയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്തത് ഈ പറയുന്ന ഈ ഒരു കാര്യം കൊണ്ടാണ്. നെഗറ്റീവായിട്ട് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ്, ഒരു യുദ്ധം നടക്കുകയാണ്. ഒരു കാര്യം ചെയ്യണം, ഒരു എക്സാമിന് പോകണം, ഒരു ഇന്റർവ്യൂവിന് പോകണം, അവിടെ അപ്പിയർ ചെയ്യാൻ പോകുന്നതിന് മുമ്പും നമ്മളുടെ ഉള്ളിൽ എനിക്ക് കഴിയില്ല, എനിക്ക് കിട്ടില്ല, ഈ ഒരു ചിന്തയാണ്. ഇവിടെ എങ്ങനെ ഈ ഒരു അവസ്ഥയെ നമുക്ക് മാറ്റിയെടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നെഗറ്റീവിനെ മാറ്റണമെങ്കിൽ പോസിറ്റീവ് കൊണ്ടേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും പൂർണ്ണമായിട്ട് നാളെ മുതൽ ഞാൻ നെഗറ്റീവ് ഒന്നും ചിന്തിക്കില്ല എന്ന് നിങ്ങളൊരു തീരുമാനം എടുത്താൽ ആ ഒരു തീരുമാനം നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും പാലിക്കാൻ സാധിക്കില്ല. കാരണം നെഗറ്റീവ് ചിന്തകൾ എപ്പോഴും മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കും. അവിടെ നമ്മൾ ചെയ്യേണ്ടത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, എന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് നിങ്ങളുടെ മനസ്സിൽ ചിന്ത എപ്പോൾ വരുന്നോ അപ്പൊ തന്നെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും, അല്ലെ നെഗറ്റീവ് ആണ് എന്റെ മനസ്സിൽ വന്നത്, എന്നെ കുറിച്ച് മോശമായത് ഞാൻ തന്നെയാണ് പറയുന്നതെന്ന്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? എന്നെ കൊള്ളാം, എനിക്ക് കഴിവുണ്ട്, ഞാൻ ചെയ്യും, എനിക്ക് സാധിക്കും എന്ന് നിങ്ങൾ പറയുക. ഇത് നമ്മൾ എന്നും റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ വലിയ ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് ഇത് നമ്മളെ സഹായിക്കും. എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് ജനനത്തിനും മരണത്തിനും
മരണത്തിനും ഇടയ്ക്കുള്ള ഒരു ചോയ്സ് ആണ്, അല്ലെ? ബിറ്റ്വീൻ ബർത്ത് ആൻഡ് ഡെത്ത്, ബിക്കും ഡിക്കും ഇടയിലുള്ള ഒരു സി, അതായത് ഒരു ചോയ്സ് ആണ് നമ്മുടെ ലൈഫ്. നമ്മൾ പറയും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അല്ല, അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല എൻ്റെ ലൈഫ് മുമ്പോട്ട് പോകുന്നതെന്ന്. ശരിയാണ്, നമുക്ക് നമ്മുടെ ജീവിതം എങ്ങനെ മുമ്പോട്ട് പോകും, നാളെ എന്താകും എന്നൊന്നും പ്രവചിക്കാൻ സാധിക്കില്ല. പലപ്പോഴും അപ്രതീക്ഷിതമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ സംഭവിക്കും. പക്ഷെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ഒരു അപ്രതീക്ഷിതമായ ഒരു കാര്യം നമ്മുടെ ലൈഫിൽ സംഭവിച്ചാലും അവിടെയും എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു തീരുമാനം എടുക്കാനായിട്ടുള്ള ഒരു പവർ, അല്ല എങ്കിൽ അതിനുള്ള ഒരു തീരുമാനം എടുക്കാനായിട്ടുള്ള ഒരു അവസരം നമുക്കുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ അതൊന്നും തിരിച്ചറിയണം. നമ്മളുടെയൊക്കെ ഒരു ജീവിതം പോകുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാറ്റത്ത് നൂല് പൊട്ടിയ പട്ടം പോലെയാണ്, അല്ലെ? അത് ഏതൊക്കെയോ വഴി കൂടെ പോകുന്നു, ആ ഒരു ഒഴുക്കിന് നമ്മളും പോകുന്നു. യഥാർത്ഥത്തിൽ നമ്മളുടെ കയ്യില് നമ്മളുടെ ഈ പട്ടം, അല്ലെ, ജീവിതമാകുന്ന ഈ പട്ടത്തിന്റെ ചരട് കയ്യിൽ എപ്പോഴും നമ്മൾ മുറുകെ പിടിക്കാനായിട്ട് തയ്യാറാകണം. ശരിയാണ്, പറയുമ്പോൾ പലപ്പോഴും നമുക്ക് തോന്നാവുന്ന ഒരു കാര്യമാണ്, എൻ്റെ ലൈഫ് അവരെ പോലല്ല ഇവരെ പോലല്ല, ഒരുപാട് പ്രതിസന്ധികളുണ്ട്. ശരിയാണ്, പക്ഷെ അവിടെയൊക്കെ ഓരോ ചോയ്സ് ഉണ്ട്, അവസരങ്ങൾ ഉണ്ട്. എന്ത് തീരുമാനം എടുക്കണം, എങ്ങനെ മുമ്പോട്ട് പോകണം, നല്ലത് വേണോ ചീത്ത വേണോ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ വന്നു, നമ്മൾ അവിടെ കുടുങ്ങിക്കിടക്കണോ അതോ ആ പ്രതിസന്ധിയിൽ നിന്ന് പുറത്തു കിടക്കണോ? അവിടുത്തെ ആ ചോയ്സ് എന്ന് പറയുന്നത് നമ്മളുടെ കയ്യിലാണ്. അപ്പൊ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ തന്നെ തിരഞ്ഞെടുക്കുന്ന ഒരു ചോയ്സ് ആണ്. മുമ്പോട്ട് നല്ല രീതിയിൽ പോകണമെങ്കിൽ ജീവിതത്തിലെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഓരോ വെല്ലുവിളികളിലാണേലും അല്ലെങ്കിൽ ഓരോ തിരിച്ചടികളിലും പരാജയങ്ങളിൽ നിന്നെല്ലാം നമുക്ക് പഠിക്കാൻ ഓരോ പാഠങ്ങളുണ്ട്. ആ പാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാവുക, അതിനുള്ള ഒരു മനസ്സ് കാണിക്കുക. അങ്ങനെ ആ പാഠങ്ങൾ നമ്മൾ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ ജീവിതം നമുക്ക് കൂടുതൽ മുമ്പോട്ട് പോകാനായിട്ടുള്ള ഒരു പ്രേരക ശക്തിയായിട്ട് അത് മാറും. ബി ഹാപ്പി, ബി കോൺഫിഡൻറ്റ്.